നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, നേരത്തെ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മഹാനവറുകളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഇവിടെ വന്നത് ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ ഹുനൂദ് എന്നാണ്. ഹുനൂദ് എന്ന് പറഞ്ഞാൽ ഹിന്ദ് എന്നതിന്റെ ബഹുവചനമാണ് ഹുനൂദ്, ഇന്ത്യക്കാരുടെ പള്ളി. ഈ രീതിയിൽ പറയാൻ ഒരു കാരണമുണ്ട്. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു നാട്ടിൽ നിന്ന് ആരെ കണ്ടാലും പള്ളി ഉണ്ടാക്കാൻ പൈസ വേണം, പള്ളി ഉണ്ടാക്കാൻ പൈസ വേണം, എല്ലാവരോടും പൈസ വേണം. പള്ളി ഉണ്ടാക്കുന്നത് കാണുന്നില്ല. എവിടെയെങ്കിലും ഒരു പള്ളി നിർമ്മിക്കുന്നത് കാണണ്ടേ? ഇല്ല. അപ്പോ ഉമർ ഖാദിയുടെ സഹപാഠിയാണ്, കൂടെ പഠിച്ച ആളാണ് ബൈത്താ മുസ്ലിയാർ. രണ്ടുപേരും മമ്പുറം തങ്ങളുടെ ശിഷ്യന്മാരാണ്. ബൈത്താ മുസ്ലിയാര് മമ്പുറം തങ്ങളെടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉസ്താദ, ഇങ്ങനെ ഉമർ പള്ളിക്ക് വേണ്ടി പൈസ വിൽക്കുന്നുണ്ട്, പള്ളി പണിയുന്നത് കാണാത്തത് കൊണ്ട് ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഒരു കംപ്ലൈന്റ് പറഞ്ഞപ്പോ മഹാനായ മമ്പുറം തങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ആരോടാ പൈസ വാങ്ങിയത് എന്തെങ്കിലും ചോദിക്കണ്ടേ? ഒന്നും ചോദിച്ചില്ല. ബൈത്താ മുസ്ലിയാർക്ക് മനസ്സിലായി ഇത് ഉസ്താദിന് തൃപ്തികരമായ ഒരു ചോദ്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിറ്റത്തെ വർഷം, ഒരു വർഷം കഴിഞ്ഞപ്പോ ഹജ്ജിന്റെ സമയമായപ്പോ മമ്പുറം തങ്ങള് ബൈത്താ മുസ്ലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു, ബൈത്താനെ ഈ വർഷം ഹജ്ജിന് വേണ്ടി പോകണം. അവരൊക്കെ ഹജ്ജിന് വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ പോവല ഉസ്താദ് പറഞ്ഞാല്, അല്ലാണ്ട് എന്റെ സ്ഥലംബുക്കാരുണ്ട് അങ്ങനെയൊന്നും പറയാറില്ല. ഹജ്ജിന് വേണ്ടി പോകണം. അങ്ങനെ ബൈത്താ മുസ്ലിയാർ എന്ത് ചെയ്തു? ഹജ്ജിന് വേണ്ടി ഒരുങ്ങി. ഹജ്ജിന് യാത്ര പറയാൻ വേണ്ടി മമ്പുറം തങ്ങൾ ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഹജ്ജിന് വേണ്ടി പോയാൽ ത്വായിഫിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയുടെ ഖബർ സിയാറത്ത് ചെയ്യണം. അങ്ങനെ പറയാണ്. അപ്പോ ബൈത്താ മുസ്ലിയാരോട് ഇവിടെയുള്ള അറബികൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ നാട്ടുകാരനാണ് ഈ പള്ളി പണിയിപ്പിക്കുന്നത്. പക്ഷേ മഹാനായ ഉമർ ഖാദിയാണെന്ന് അന്നേരം ചിന്ത പോയില്ല. കാരണം ഉമർ ഖാദി എവിടെയുള്ളത്? നാട്ടിലാണുള്ളത്. അപ്പൊ ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചപ്പോ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആളെ പേരറിയില്ല. വൈകുന്നേരം ഒരു 4:30-5 മണിയുടെ സമയത്ത് കൂലി കൊടുക്കാൻ വേണ്ടി ഒരു വടിയും പിടിച്ച് മഹാനവർ ഇങ്ങോട്ട് വരാറുണ്ട്, ആളിങ്ങോട്ട് വരാറുണ്ട്. ബൈത്താ മുസ്ലിയാർ ഇവിടെ കാത്തു നിന്നു. മലബാറിൽ നിന്ന് ഇവിടെ വന്ന് പള്ളി പണിയുന്ന ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാത്തു നിന്നു. സുബ്ഹാനല്ലാഹ്. വൈകുന്നേരമായപ്പോ മഹാനായ ഉമർ ഖാദി ഒരു വടിയും പിടിച്ചുകൊണ്ട് കൂലി കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. നാട്ടിലുള്ള ഉമർ ഖാദിയാണ്. മഹാനവറുകളെ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പൊരുത്തപ്പെടണം, ഞാൻ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ മഹാനവറുകളെ കൊണ്ട് പൊരുത്തപ്പെടിച്ച് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് ചെന്നപ്പോ നേരെ ബൈത്താ മുസ്ലിയാർ ചെല്ലുന്നത് മമ്പുറത്തേക്ക്, ഉസ്താദിന്റെ അടുത്തേക്കാണ്, തങ്ങളുടെ അടുത്തേക്കാണ്. തങ്ങളെടുത്ത് എന്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞപ്പോ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, കൽബിലെ ശൈത്താൻ പോയോ ബൈത്താനേ? കൽബിലെ ശൈത്താൻ പോയോ ബൈത്താനെ? എന്തായിരുന്നു ശൈത്താന്? ഉമർ ഖാദി പള്ളിക്ക് പൈസ വെച്ചിട്ട് പണിയുന്നില്ല എന്നുള്ളൊരു ശൈത്താനിയത്ത്, അത് പോയോന്നാ? പോയി ഉസ്താദേ എന്ന് പറഞ്ഞു. ആ ഉമർ ഖാദി പണിയിപ്പിച്ച പള്ളിയായതുകൊണ്ട് അത് ചെറിയ പള്ളിയാണ്. പിന്നീട് പല തവണ പുതുക്കി പണിയുമ്പോഴും സൗദി ഗവൺമെന്റ് ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ ഹുനൂദ് എന്ന് തന്നെയാണ് കൊടുത്തത്. നമ്മൾ ജിർറാനയിലേക്ക് വരുമ്പോൾ ഇന്ന് വരുന്ന വഴിക്കൊണ്ട് ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ പേര് ത്വരീഖ് ഉമർ ഖാദി എന്നാണ്. ഇപ്പോഴും ഉമർ ഖാദിയുടെ പേരിൽ ഇവിടെ മക്കയിൽ ഒരു പാലവും, സൗദി മദീനയിൽ അവിടെ ഒരു റോഡിന്റെ പേര് ത്വരീഖ് ഉമർ ഖാദി എന്നാണ്. ആ മമ്പുറം തങ്ങളുടെ ഒരു കറാമത്ത് ബർക്കത്തിന് വേണ്ടി ഞാൻ പറയാണ്. മമ്പുറം തങ്ങൾ വലിയ മഹാനാണ്. അവിടെ സിയാറത്തിന് വേണ്ടി പോയിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് പോവാത്തവരൊക്കെ പോകണം. വെളിയങ്കോട് പോകണം. മഹാനവറുകള് വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിലേക്ക് പോകില്ല. അങ്ങനെ കമ്മിറ്റിക്കാരെല്ലാരും കൂടെ തങ്ങളെ ചെന്നിട്ട് വന്നു, തങ്ങൾ ജുമുഅക്ക് വരാത്തത് കൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച ജുമുഅക്കെങ്കിലും വരണം. അങ്ങനെ മഹാനവറുകൾ വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി പള്ളിയിലേക്ക് പോയി. ഖുതുബ കഴിഞ്ഞ് നിസ്കാരത്തിന് വേണ്ടി ഇമാമ കൈകെട്ടിയപ്പോ മഹാനവറുകൾ മമ്പുറം തങ്ങൾ എന്ത് ചെയ്തു? കൈകെട്ടി കുറച്ച് കഴിഞ്ഞപ്പോ കൈ ഇളക്കിയിട്ട് അപ്പുറത്ത് പോയി ളുഹുർ നിസ്കരിച്ച് ഇറങ്ങിപ്പോകുമ്പോ പറഞ്ഞു, പാലില്ല പശുവിനെ തുടർന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റൂല. പാലില്ല പശുവിനെ തുടർന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റൂല. ഇറങ്ങി അങ്ങോട്ട് പോയി. ജുമുഅ കഴിഞ്ഞപ്പോ മഹല്ലിൽ വലിയ പ്രശ്നമായി. തങ്ങൾ ഇതുവരെ ജുമുഅക്ക് വരാത്ത പ്രശ്നമായിരുന്നു. ഇപ്പോഴോ വന്നിട്ട് നമ്മളെ ഉസ്താദിനെ തുടരാതെ പോയ തങ്ങൾ എന്ന രീതിയിൽ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി. അങ്ങനെ ലാസ്റ്റ് ഇമാമ് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം?
തങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഉസ്താദിനെ തുടരാൻ തുടങ്ങിപ്പോയി. പോകുമ്പോ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. പാലില്ല പശുവിനെ തുടർന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റൂല. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇനി ആരും ഒന്നും മിണ്ടാൻ പാടില്ല. ഞാൻ എന്റെ ഭാര്യക്ക് സുഖമില്ലാതെ ഇന്നലെ ഒരു വൈദ്യനെ കാണിക്കാൻ വേണ്ടി പോയിരുന്നു. ആ വൈദ്യൻ പറഞ്ഞു പശുവിൻ പാല് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ജുമുഅക്ക് വരുന്നതിന്റെ മുമ്പ് ഒരു പശുവിനെ വാങ്ങാമെന്ന് വിചാരിച്ച് പശുവിനെ കണ്ടുവച്ചിട്ടുണ്ട്. വിലയും തീരുമാനമായിട്ടുണ്ട്. നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയപ്പോ എന്റെ മനസ്സിലുള്ളത് എന്താ, ആ പശുവിന് പാലുണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ മനസ്സിൽ വന്നത്. അതാണ് പാലില്ല പശുവിനെ തുടർന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞത്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർന്ന് മുഹീദ് ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പാടിയില്ലേ? അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കൊക്കെ ബാധകമാണ്. അതാണ് മഹാനവറുകൾ. ആ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു, മമ്പുറം തങ്ങള്, വൈത്താ മുസ്ലിയാര്, അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സാധിപ്പിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിയുടെ നുബുവത്തിന്റെ 10ാം വർഷം 50ാമത്തെ വയസ്സിൽ 49 വയസ്സും 6 മാസവും കഴിഞ്ഞപ്പോ എളാപ്പ മരണപ്പെട്ടു. 3ാമത്തെ ദിവസം പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ഉമ്മയും വഫാത്തായി. പിന്നെ മക്കയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോ ഉമ്മാടെ ആങ്ങളമാരടുത്തു പോയാൽ ഒരു സമാധാനം ഉണ്ടാകുമെന്ന് കരുതിയാണ് ത്വായിഫിലേക്ക് വന്നത്. ത്വായിഫിൽ അവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവനും ഒരുമിച്ചുകൂടി കല്ലെടുത്തെറിഞ്ഞ് പൂക്കി വിളിച്ച് റസൂലുള്ളാഹി തങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ കാലിന് ഏറുകൊണ്ട സ്ഥലം, അങ്ങനെ വലത്തെ കാലിന്റെ നെട്ടലിൽ ഏറുകൊണ്ടിട്ട് കാല് പൊട്ടി രക്തമൊലിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ കാല് കയറ്റിവെച്ച കല്ലിന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ റസൂലുള്ളാഹി തങ്ങൾ അല്പം വിശ്രമിച്ചു. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വലിയ ഒരു കല്ല് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഉരുട്ടി. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് അവിടെ തടഞ്ഞു വെച്ച കല്ല് ഇപ്പോഴും അവിടെയുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അവിടെയുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ പോയി വിശ്രമിച്ചു. അത് ഉത്തുബത്തിന്റെയും